ഈ കേസെടുക്കാനുള്ള സാഹചര്യം എന്താണ്? അല്ലെങ്കിൽ സാമ്പത്തിക കേസിൽ പ്രതിയാക്കും. ഈ കേസെടുക്കുന്ന സാഹചര്യം എന്താ? CPIM സംസ്ഥാന സെക്രട്ടറി ഒരു പ്രസ്താവന എടുക്കുന്നത് കെ സുധാകരൻ പീഡന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ കേസ് നടക്കുന്ന അല്ലെങ്കിൽ കോടതിയിൽ കേസ് എത്തി കുറ്റപത്രത്തിൽ മറ്റേ കേസ് കൊടുത്ത പരാതിക്കാരിൽ നിന്നും ഭീഷണിപ്പെടുത്തി ഈ മൊഴി രേഖപ്പെടുത്താൻ ശ്രമിച്ചു. അപ്പൊ അത് അസാധ്യമായി വന്നപ്പോ അടുത്ത ആളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഭീഷണിപ്പെടുത്തി കേസെടുക്കാം. അങ്ങനെ ഇത്തരത്തിൽ ഇവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭീഷണിപ്പെടുത്തി കേസെടുക്കുക. ഈ കേസ് കോടതിയിൽ എത്തുമ്പോൾ അവിടുന്ന് പരാജയപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പൊ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി ഇത്തരം കേസുകൾ എടുത്തതാണ് കോടതിയിൽ നിന്ന് ഇപ്പോ ഈ മോഹൻസനെ കുറ്റവിമുക്തനാക്കി പോരുന്നത്. അപ്പൊ യഥാർത്ഥ വസ്തുത എന്താണ്? ഞങ്ങളെ സാമ്പത്തിക തട്ടിപ്പിന് ഇരയാക്കിയ ഞങ്ങളെ ഉൾപ്പെടെയുള്ള നിരവധി ആളുകളെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യാൻ മോഹൻസൺ ഇതൊക്കെ ഇവർ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ മോഹൻസൺ ഉപയോഗിച്ച കുറച്ച് രേഖകളുണ്ട്. ഈ കുറ്റപത്രത്തിൽ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ബോംബെ അപ്പാരൽ ട്രൈബ്യൂണലിന്റെ കോടതി ജഡ്ജ്മെന്റുകളുണ്ട്, അതിലുപയോഗിച്ച സീലുകളുണ്ട്, HSBC ബാങ്കിന്റെ രേഖകളുണ്ട്, അതിന്റെ സീലുകളുണ്ട്, ഇതിനെക്കുറിച്ച് DRDOയുടെ എഗ്രിമെന്റുകളുണ്ട്, DRDOയുടെ ഡോക്യുമെന്റുകളുണ്ട്. ഈ സീലുകൾ ആര് നിർമ്മിച്ചു? ഇത് എവിടെ നിന്ന് നിർമ്മിച്ചു? ഈ വ്യാജ ഡോക്യുമെന്റുകൾ മോഹൻസൺ എവിടെ നിന്ന് കിട്ടി? ഇതൊന്നും കുറ്റപത്രത്തിൽ പറയുന്നില്ല. ഇവരാരും പ്രതികളുമല്ല. അതേപോലെ തന്നെ ഈ പ്രധാനമായിട്ട് ഞങ്ങളുടെ പരാതിയിൽ പറഞ്ഞതാണ് DGP ബെഹ്റ ഒപ്പിട്ട രേഖ. DGP ബെഹ്റ ഒപ്പിട്ട രേഖ ഒരു നിസ്സാര സംഭവമല്ല. അത് ഈ മുൻ DGP പോലും ഹൈക്കോടതിയിൽ സത്യവാങ്മൂലത്ത് പറഞ്ഞ അൺഷെഡ്യൂൾഡ് വിസിറ്റ് എന്നാണ്. കള്ളമാണ്. ആ ബെഹ്റ അവിടെ വരുന്നത് പരാതിക്കാരായ ഞങ്ങളെ വിളിച്ച് മുൻകൂട്ടി തന്നെ മോഹൻസൺ പറയുന്നുണ്ട്. അതിന്റെ വോയിസ് റെക്കോർഡ് മോഹൻസൺ അറസ്റ്റ് ചെയ്ത് അന്ന് തന്നെ SP മുതൽ മുഴുവൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും വാട്സപ്പ് വഴി ഞങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ വിഷയത്തിലേക്ക് അന്വേഷണം നടന്നതേ ഇല്ല. ബെഹ്റ അവിടെ വരുന്നത് അനിതാ പുല്ലയിൽ ക്ഷണിച്ചിട്ടാണ് എന്ന് അവര് തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവര് തന്നെ ഈ വിഷയം പറഞ്ഞിട്ടും ഈ വിഷയം അഡ്രസ് ചെയ്യാനോ കുറ്റപത്രത്തിൽ സമർപ്പിക്കുമ്പോൾ അതിൽ രേഖപ്പെടുത്താനോ ക്രൈംബ്രാഞ്ച് തയ്യാറായിട്ടില്ല. ഇത്തരത്തിലുള്ള ഉന്നതരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ കേസ് മൊത്തത്തിൽ അട്ടിമറിക്കപ്പെടുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? ബെഹ്റ അവിടെ വരുന്നത് 11/5/2019 ബെഹ്റ മനോജ് എബ്രഹാമും മുൻ DGP ലോക്നാഥ് ബെഹ്റയും 11/5/2019 അവിടെ വരുന്നത്. അനിതാ പുല്ലയിൽ ക്ഷണിച്ച് അവിടെ വരുന്നു. വന്ന് ഈ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മോഹൻസൺ മാവുങ്കലും ഡ്രൈവർ അജിത്തും അനിതാ പുല്ലയിലും ഈ കേസിലെ തന്നെ പ്രതിയായിട്ടുള്ള സന്തോഷും കൂടി DGP ഓഫീസിലെത്തുന്നത്. എന്നിട്ട് മോഹൻസൺ എഡിഷൻ എന്ന് പറയുന്ന ഒരു ലെറ്റർ ഹെഡിൽ അപേക്ഷ കൊടുക്കുന്നത്. അമൂല്യമായ പുരാവസ്തുക്കൾ വീട്ടിലുണ്ടെന്നും അതിന് പ്രൊട്ടക്ഷൻ വേണമെന്നും. അതില് ഈ ബെഹ്റ സാർ തന്നെ ബെഹ്റ സാർ ഒപ്പിട്ട രേഖയാണിത്. ഇത് വ്യാജരേഖയല്ല. ഈ രേഖ കാണിച്ചിട്ടാണ് പണം തട്ടിയത് എന്ന് 2024 ഞങ്ങൾ 21 തന്നെ ഞങ്ങൾ മുഖ്യമന്ത്രി കൊടുത്ത പരാതിയിൽ പറയുന്നുണ്ട്. ഇതിൽ അദ്ദേഹം പറയുന്നത് തന്നെ reported that a large number of very rare high value unique antiques are kept. അതായത് അവിടെ അമൂല്യമായ പുരാവസ്തുക്കൾ ഉണ്ട് എന്ന് കേരള പോലീസിന്റെ ലെറ്റർ ഹെഡിൽ എഴുതി മോഹൻസന് കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർ അവിടെ മോഹൻസന്റെ അറസ്റ്റ് നടക്കുന്ന അന്നും അവിടെ വന്ന് ഒപ്പിട്ട് പോവാണ്. ഈ ഒപ്പിട്ട് പോകുമ്പോൾ ഞങ്ങൾ കൊടുത്ത പരാതി ആദ്യത്തെ പരാതിയല്ല, മോഹൻസൺ മാവുങ്കല്ലേ 3 കേസിൽ ക്രൈംബ്രാഞ്ച് സെൻട്രൽ യൂണിറ്റ് തിരുവനന്തപുരത്ത് എടുത്തൊരു കേസിലും കൊച്ചി സൗത്ത് പോലീസ് സ്റ്റേഷൻ എടുത്തൊരു കേസിലും പന്തളം പോലീസ് രജിസ്റ്റർ കേസിലും അങ്ങനെ 3 കേസിലെ പ്രതിയായിരിക്കുമ്പോഴാണ് ഈ ഓർഡറും കൊടുത്ത് മോഹൻസന്റെ വീട്ടിൽ 3 നേരം പോലീസുകാർ വന്ന് ഒപ്പിട്ട് പോകുന്നത്. അപ്പൊ സാധാരണ ബീറ്റ് ബോക്സ് വെക്കുന്ന ഒരു നടപടിയല്ല. ഇത് പുരാവസ്തുക്കൾ അവിടെ ഉണ്ട് എന്ന് വ്യക്തമായിട്ട് എഴുതി കൊടുത്ത് മോഹൻസന്റെ കയ്യിൽ രേഖാമൂലം കൊടുത്തതാ. അപ്പൊ ഈ ഓർഡർ കൊടുക്കുന്നത് എന്നതാണ്? ഈ ഓർഡർ കൊടുക്കുന്നത് 2019 മെയ് മാസം അവസാനാണ് ഈ ഓർഡർ കൊടുക്കുന്നത്. ഇതേ മെയ് മാസം 11-ാം തീയതിയാണ് ബെഹ്റയും മനോജ് എബ്രഹാം അവിടെ വരുന്നത്. എന്നിട്ട് അവര് പറഞ്ഞത് എന്താ? സംശയം തോന്നി ഞങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന് കത്തെഴുതിയെന്ന്. ഒരു DGP ആയിരിക്കുന്ന അദ്ദേഹത്തിന് അറിയില്ലേ EDക്ക് ഒരു കേസ് എടുക്കണമെങ്കിൽ കേരള പോലീസ് ഇവിടെ FIR രേഖപ്പെടുത്തണമെന്ന്. ഇത്തരത്തില് എല്ലാം ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടെ ഈ കേസിന്റെ എല്ലാ ഘട്ടത്തിലും ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന ഒരു നടപടിയാണ് ഇവർ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ സമഗ്രമായിട്ട് അന്വേഷിക്കണം. ഇതിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ചിട്ടും ഇതിൽ പിന്നെ പ്രധാനമായിട്ട് ഞങ്ങൾക്കുള്ള അലിഗേഷൻ റസ്റ്റം ഈ പറയുന്ന അതിജീവിതമാർക്കൊക്കെ പണം ഭീഷണിപ്പെടുത്തി മറ്റും നിർബന്ധിച്ച് വാങ്ങിക്കൊടുത്തു. ഈ യാക്കൂബിൽ നിന്നും 1,25,00,000 രൂപ മോഹൻസൺ ശിക്ഷിക്കപ്പെട്ട പോക്സോ അതിജീവിതക്ക് കൊടുത്തു. റസ്റ്റത്തിന്റെ തന്നെ മൊഴി അവർക്ക് കൊടുത്തതാണ്, ഞാൻ കൈക്കൂലിയായി വാങ്ങിയതല്ലാതെ. റസ്റ്റം മെഡലിൽ നിന്നും റസ്റ്റം വാട്സപ്പ് വഴി അക്കൗണ്ട് നമ്പർ അയച്ചു, അക്കൗണ്ട് വഴിയാണ് കൊടുത്തത്. ആ കേസ് വിജിലൻസ് ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും 6 മാസം പൂർത്തീകരിച്ചിട്ടും ഇതുവരെ
അന്വേഷണം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോ ഈ കേസിലെ പരാതിക്കാരനായ അനൂപ് അഹമ്മദ് പണം തട്ടിയ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ഒരു പരാതി കൊടുക്കുന്നു. ആ പരാതിയിൽ സമഗ്രമായ അന്വേഷണവും കുറ്റമറ്റ നടപടി സ്വീകരിക്കാമെന്ന് റസ്റ്റം വാക്കു നൽകുന്നു. അതിനുശേഷം ആ നടപടിയിലേക്ക് അദ്ദേഹം കടക്കാതെ വന്നപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്തു. കൂടാതെ നേരത്തെ പറഞ്ഞ ബാംഗ്ലൂരിൽ നിന്നും മറ്റും കൊണ്ടുവന്ന പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി കേസെടുക്കുന്ന വിഷയം ചോദ്യം ചെയ്തപ്പോൾ ഈ വൈരാഗ്യത്തിൽ ഞങ്ങൾക്കെതിരെ തിരിയാണ്. ഇപ്പൊ ഞങ്ങൾ ഹവാലക്കാരനാണ്, ഞങ്ങൾ അനധികൃതമായിട്ട് ഇദ്ദേഹം 100 ഏക്കർ ലാൻഡ് അനധികമായി സമ്പാദിച്ചു എന്ന് പറഞ്ഞ് മാനന്തവാടി താലൂക്ക് ലാൻഡ് ബോർഡ് ചെയർമാന് കത്തയച്ചു. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾക്കാർക്കും അത്തരത്തിലുള്ള ഒരു ഭൂസ്വത്തോ അങ്ങനത്തെ ഒരു വിഷയമില്ല. അപ്പൊ ഇത്തരത്തിൽ അനാവശ്യമായിട്ടുള്ള വസ്തുതകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ വയ്യാർ റസ്റ്റം റിട്ടയർ ചെയ്യുന്നതിന്റെ തൊട്ട് ദിവസങ്ങൾക്ക് മുമ്പിൽ വിവിധ ഏജൻസികൾ കൊടുത്ത കത്തിൽ അന്വേഷണം നടക്കുകയാണ്. അപ്പൊ ഈ ഹവാലയുണ്ട്, ഇത്തരത്തിലുള്ള ഭൂസ്വത്ത് അനധികമായ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ അദ്ദേഹത്തിന് തന്നെ ആക്ഷേപമുള്ള സ്ഥിതിക്ക് ഇത് സമഗ്രമായ ഒരു CBI അന്വേഷണം ഈ വിഷയത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.